വെൽക്കം ബാക്ക് ടു റിനൂസ് വ്ലോഗ്. ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നഗറ്റ്സ് പോലത്തെ ഒരു കടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ്ങിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതേ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ ഞാനതെല്ലാം ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് നിന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ ഇതുപോലെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ ആവശ്യത്തിനുള്ള മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കാം. ബ്രെഡ് പെട്ടെന്ന് അലിയല്ലോ, അതുകൊണ്ട് കുഴക്കാനൊക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അതേ ഞാനിത് നല്ലപോലെ തന്നെ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലപോലെ തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതേ ഇതിലേക്ക് ക്രഷ് ചെയ്ത ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ക്രഷ് ചെയ്തതാണ്. പിന്നെ അതേ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നീട് ഞാനിതേ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് തന്നെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അത് നല്ല പോലെ തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൈവച്ച് നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഞാൻ കുറച്ച് കയ്യിൽ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഞാൻ ആ നഗറ്റ്സിൻ്റെ രൂപത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ആ ത്രികോണത്തിൻ്റെ ആകൃതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. എനിക്കപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാനൊരു ആഗ്രഹം തോന്നി, അത് കാരണം ഞാനിങ്ങനെ നഗറ്റ്സിൻ്റെ ആകൃതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കട്ട്ലേറ്റ് പോലെ അങ്ങനെ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഫിംഗർ പോലെയും എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടില്ലത് ഞാനിതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെയാണ് മാറ്റി വെക്കാം. ഇതേ ഞാനൊരു ബൗളിലേക്ക് 2 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ സാധാ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അതാണ് ഇത്ര യെല്ലോ കളർ കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ആണ്. എപ്പോഴും നമ്മൾ ബ്രെഡ് ക്രംസ് പൊടിച്ച് അത് ഫ്രിഡ്ജിൽ നിന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഡിപ്പ് ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും കേട്ടോ. ഇനി ഇതേ നമുക്കിത് ഓരോന്നും മുട്ടയുടെ ഇതിലിട്ട് ബാറ്ററിലിട്ട് നമുക്കിത് കോട്ട് ചെയ്ത് എടുക്കാം. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഓരോന്നോരോന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ ഇതുപോലെ.
നമുക്കിനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതേ ഞാനതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ആവാൻ വെക്കാം. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് എണ്ണയിലിട്ടാൽ പെട്ടെന്ന് അതിൻ്റെ മുരിവൊന്നും എണ്ണയിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ആ സമയം കൊണ്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാത്തിനും മുകളിലേക്കൊന്ന് എണ്ണ തൂവി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് അത് മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും ഏത് സ്നാക്സ് ആണെങ്കിലും ഒന്നങ്ങനെ തൂവി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ എല്ലാം അതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അതായിട്ടുണ്ട്, മറ്റേ സൈഡും ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കാരണം ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരുന്നത് ഏകദേശം ഒരു കട്ട്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ ഇതിന് വരുന്നത്. ഇതേ നമുക്ക് അടുത്തതും അതുപോലെ തന്നെ ഇട്ട് നമുക്കതും പൊരിച്ചെടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും. കാരണം എല്ലാം വെന്ത സാധനങ്ങളാണല്ലോ. പിന്നെ മുട്ട മാത്രമേ ഒന്ന് കോട്ടിങ് മാത്രമേ ഒന്ന് വേവിച്ച് വരാനുള്ളൂ. ഇതെല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ. നമുക്കിതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ നമ്മൾ കുറേ ദിവസം നല്ല കണ്ടെയ്നറിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട സമയത്തൊക്കെ എടുത്ത് ഇതിങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്നൊക്കെ വിരുന്നേരൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അല്ലേ, ഇപ്പോൾ ഇതും ആയിട്ടുണ്ട്. നമുക്കതും കോരിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ അതും കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈവനിങ്ങിന് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും എന്നെ സബ് ചെയ്യാത്തവരൊക്കെ എന്നെ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലതും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ല നല്ല കമൻറ്റുകൾ ഇടുക. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.